എന്തെങ്കിലും ഡയറ്റ് എടുക്കുന്നിടത്ത് കേട്ടിട്ടുണ്ടോ ചീസ് കഴിക്കാൻ? ഇല്ല. ആക്ച്വലി ചീസ് ഗുഡ് ഫാറ്റ് ആണ്. ഓക്കെ, ചീസൊക്കെ ഉൾപ്പെടുത്തണം. നമ്മുടെ ഈ ഫാറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ശരീരത്തില് പലവിധ കാര്യങ്ങൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനമാകട്ടെ, നമ്മുടെ സെക്ഷൽ ഒരു ഏർജിന്റെ പ്രവർത്തനങ്ങളാവട്ടെ, കാര്യങ്ങൾക്കൊക്കെ ഈ ഫാറ്റ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ ആക്ച്വലി ഫാറ്റ് പൂർണ്ണമായിട്ട് കട്ട് ചെയ്യല്ല വേണ്ടത്. നല്ല ഫാറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചീത്ത ഫാറ്റുകളായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് വേണം ഡയറ്റ് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇംപ്രോപ്പർ ആയിട്ട് ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഡയറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്, നമ്മൾ മുഖത്ത് വല്ലാണ്ടങ്ങ് ചുളിവ് വരും. ചില ആളുകൾക്ക് മുഖത്ത് വല്ലാണ്ടങ്ങ് ചുളിവ് വരും. ഇത് പ്രോപ്പറായിട്ട് നല്ല ഫാറ്റ് ഉൾപ്പെടുത്തിയിട്ട് ഡയറ്റ് എടുക്കാത്തതുകൊണ്ടാണ്. ഇവിടെ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടോ മുഖത്ത് ചുളിവ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? എനിക്ക് പണ്ട് മാം അങ്ങനെയല്ല, വീട്ടിൽ നിന്ന് എപ്പോ ഡയറ്റ് എടുത്താലും എനിക്ക് പഴയതിലാറും തടി കൂടിയ പോലെ തോന്നാറ്. ഫേസിന് എന്തായാലും പറഞ്ഞത് എനിക്ക് ക്ലിയർ ഇല്ല. ഞാൻ 8 കൊല്ലം മുന്നേ ഡയറ്റ് എടുത്തിട്ട് നേരെ ഹാഫ് ആയി എന്റെ വെയിറ്റ്. അപ്പൊ ഈ ഒരുപാട് ശോഷിച്ചു, മുഖം ചൊട്ടി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക്. പക്ഷെ ഇപ്പൊ ഇന്നലെയാണ് തുടങ്ങിയത് എന്റെ. അപ്പൊ ഇന്നലെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇന്ന് മുതൽ ഗോയിങ് ഓൺ. ചീസ് എങ്ങനെയാണ് കഴിക്കേണ്ടത്? എന്തായിരുന്നു? ചീസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മള്? ചീസ് ആക്ച്വലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പലവിധ റെസിപ്പീസിൽ നിങ്ങൾ ചീസ് ആഡ് ചെയ്യും. അപ്പോൾ എഗ്ഗിന്റെ കൂടെ നിങ്ങൾ എഗ്ഗ് വിത്ത് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നില്ലേ, അതിന്റെ മുകളിൽ എന്ത് ചെയ്യാം, ചീസ് ഇട്ടിട്ട് കഴിക്കാം. ഓക്കെ, ഒലീവ് ഓയിലും ചീസും കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ? രണ്ടും കൂടി വേണ്ട. ആക്ച്വലി സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ കുറച്ച് തക്കാളി എടുത്ത്, ഉള്ളി ഇട്ട്, വെജിറ്റബിൾസ് ഒക്കെ ഇട്ട്, ക്യാരറ്റ് ഇട്ട്, പയറുകൾ ഇട്ട്, പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഇട്ട്, അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം, ഒലീവ് ഓയിൽ ഒഴിക്കാം, കുറച്ച് പെപ്പർ ഇടാം, കുറച്ച് സാൾട്ട് ഇടാം, പിന്നെ എന്ത് ചെയ്യണം, കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ തന്നെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ? കൂടി ചോദിച്ചോട്ടെ, വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാമോ മാഡം? ചെയ്യുന്ന പച്ചക്കറികൾ ഇപ്പൊ കാബേജും ക്യാരറ്റും ഒക്കെ ഇപ്പൊ നമുക്ക് നല്ലത് കിട്ടുന്ന വെള്ളമില്ലല്ലോ. അപ്പൊ നമ്മൾ സ്റ്റീം ചെയ്ത് ഉപയോഗിക്കുന്നതല്ലേ കുറച്ചും കൂടി നല്ലത് എന്നുള്ള. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം, സ്റ്റീം ചെയ്ത് മാഡം ഉപയോഗിക്കാം. ക്യാബേജ് തൈറോയ്ഡ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റൂലല്ലോ? ആക്ച്വലി ക്യാബേജ് നമ്മൾ അത് കേൾക്കുന്നുണ്ടോ? പക്ഷേ അത് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി, ഒരു 10 kg ഓഫ് എന്താ പറയാ, ഒരു 10 kg ഓഫ് ക്യാബേജ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴാണ് ആ ഒരു എമൗണ്ട് ഓഫ് നമ്മുടെ ബോഡി ട്രിഗർ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ഓഫ് ഗോയിട്രോജൻസ് നമ്മുടെ ശരീരത്തിലോട്ട് കയറാം. മാത്രമല്ല അത് റോ ആയിട്ട് കഴിക്കുമ്പോഴാണ് ക്യാബേജ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഒരു ലിറ്റിൽ എമൗണ്ട് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേവിച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, വേവിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടോ, നമ്മൾ കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാന്ന് പറയില്ലേ, വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് കോക്കനട്ട് ഓയിലൊക്കെ ഒന്ന് സോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബട്ടർ നിങ്ങൾക്ക് നല്ല ഫാറ്റാണ്, ബട്ടറിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് സാലഡ്സ് ആക്കിയിട്ടോ, അല്ലാതെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുക, ആ ബട്ടറിൽ ഇങ്ങനെ സോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കുറച്ച് എഗ്ഗ് എന്ത് ചെയ്യുക, അതിന് മുകളിലോട്ട് ഒഴിച്ചിട്ട് ഒരു എന്താ പറയുക, ബുൾസൈ പോലെ. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചീസിന് പകരം ബട്ടർ യൂസ് ചെയ്യണോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല, ചീസ്, ബട്ടർ, പനീർ, ഒലിവ് ഓയിൽ ഇതൊക്കെ നല്ല ഫാറ്റാണ്. ഓക്കെ, ഡോക്ടർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കഴുത്തില് ചുളിവ് വരുന്നത് എന്തുകൊണ്ടാ? ഞാൻ 45 ഏജ് ഒക്കെ ആയിട്ടുണ്ട്. 45 ആയല്ലേ? അതാ ഏജിങ്ങിന്റെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഡീജനറേറ്റീവ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ സ്കിന്നിന്റെ മാത്രമല്ല, ഇമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ഡീജനറേറ്റീവ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ഡയറ്റിലും കാര്യത്തിലൊക്കെ ഇത് ഡയറ്റ് മാത്രമല്ല, ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്യാം, കഴിഞ്ഞിട്ടില്ല. ഡയറ്റ് മാത്രമല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും, വാട്ടർ കണ്ടന്റ്, കൊളാജൻ കണ്ടന്റ്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്താ പറയുക,
എല്ലാത്തിൻ്റെ ഒരു ഫാക്ടേഴ്സ് വേണം നമുക്ക് ഇതൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അഫ്കോഴ്സ് 45 ഇയേഴ്സ് ആകുമ്പോൾ നമുക്ക് ആ ഏജിങ് ഫാക്ടർ ആയിട്ട് വരും. ഓക്കെ, പിന്നെ കൊളാജൻ്റെ കുറവുകൾ കൊണ്ട് വരും. ഓക്കെ, തൈറോയ്ഡ് ആർക്ക് ബ്രക്കോളിൻ കഴിക്കുമ്പോ ഡോക്ടർ? ബ്രക്കോളി നിങ്ങൾക്ക് വേവിച്ചിട്ട് കഴിക്കാം. ഓക്കെ, കുഴപ്പമില്ല. വൺസ് ഇൻ എ വീക്ക് ഒക്കെ വേവിച്ചിട്ട് കഴിച്ചോളൂ കേട്ടോ. Hello, doctor. Chartla, 7 o'clock snackla, you're giving boiled egg and carrot. A carrot another steamed on, and what is that combination carrot with egg? And also in the 10 o'clock meal parayumbo, you are given like banana leaf chicken with brinjal or lady's finger. These particular vegetables, the importance in the can you please explain? എന്തായിരുന്നു പറഞ്ഞ ആദ്യം പറഞ്ഞത്? Egg and carrot. Egg and carrot. അതെന്താ ചോദിക്കുന്ന കോമ്പിനേഷൻ ആണോ? A combination. Why carrot? And just out of curiosity, just to know. അതെന്താണ് carrot? വൈറ്റമിൻ എ റിച്ച് ആണ് നമ്മളെ ക്യാരറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഐസിന് നല്ലതാണ്. ഞാനിപ്പോൾ പറഞ്ഞ സ്കിന്നിന് നല്ലതാണ്. കൊളാജൻ എന്താണ്, നമ്മൾ ഈ കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വൈറ്റമിൻ എ എന്ന് പറഞ്ഞ എലമെന്റ് വേണം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ക്യാരറ്റിലെ വൈറ്റമിൻ എ ഭയങ്കര റിച്ച് ആണ്, കെരാറ്റിൻ റിച്ച് ആണ്. അപ്പോൾ ഇറ്റ്സ് ഗുഡ് ടു ടേക്ക്. ഓക്കെ. And the brinjal or lady's finger, ma'am? What is that combination? ബ്രിഞ്ചോൾ ഓർ ലേഡീസ് ഫിംഗേഴ്സും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിൽ ഇതുപോലെ ഒത്തിരി ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ. Okay. And just specific vegetable parnappo, I thought is there something extra importance to it? Adonda choice. Okay, thank you. ക്യാരറ്റ് പച്ചക്ക് കഴിച്ചാൽ മതിയോ? പച്ചക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പച്ചക്ക് കഴിക്കാം. ചില ആളുകൾക്ക് കട്ട് ചെയ്ത്, ഞാൻ പറഞ്ഞ മാതിരി ബട്ടറിലൊക്കെ സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി രുചികരമായിട്ട് എങ്ങനെ കഴിക്കാന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബട്ടറിൽ കുറച്ച് ഗാർലിക് ഇല്ലേ, ഗാർലിക് ആദ്യം എടുത്തിടാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്ത് ചെയ്യും, അതിൽ വെച്ചിട്ട് നിങ്ങൾ സോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സാലഡ് പോലെ ആക്കിയിട്ടോ അല്ലെങ്കിൽ അത് പച്ചക്ക് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു ബീട്രൂട്ട് എപ്പോഴും കഴിക്കാൻ പറ്റുമോ? ദിവസം കഴിക്കാമോ ബീട്രൂട്ട്? കുഴപ്പമൊന്നുമില്ല, ദിവസം കഴിക്കാമോ? ABC ജ്യൂസ് മാം വാട്ടർമെലന് ഗ്രേപ്സ് ഒക്കെ എന്താ കഴിക്കാൻ പറ്റാത്ത കാരണം? എന്തായിരുന്നു? വാട്ടർമെലന് ഗ്രേപ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ലല്ലോ. ആക്ച്വലി അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഫാക്ടർ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളിപ്പം ഫാസ്റ്റിങ്ങിന്റെ സമയത്ത്, ഇപ്പം റംജാൻ ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളാണോ? അതെ അതെ അതെ, അതിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് ഞാൻ എന്താന്ന് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ അങ്ങോട്ട് എലവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ആപ്പിൾ കഴിക്കാം, പപ്പായ കഴിക്കാം, പേരക്ക കഴിക്കാം, ഇതൊക്കെ കഴിക്കുന്നത്. ഗ്രീൻ ആപ്പിൾ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ? അതെ, എന്തായിരുന്നു? റെഡ് ആപ്പിൾ കഴിക്കാൻ പറ്റില്ല. റെഡ് ആപ്പിൾ കഴിച്ചോളൂ. പപ്പായം പേരക്കയും കഴിക്കുക കേട്ടോ. വാട്ടർമെലൻ കഴിക്കാൻ പറ്റൂല എന്നാ പറഞ്ഞേ? വാട്ടർമെലൻ കഴിക്കാം, ഒരു മോഡറേറ്റ് എമൗണ്ടിൽ കഴിച്ചാൽ മതി. ഓക്കെ, ഒത്തിരി എടുക്കണ്ട. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് മിക്സ് ഇറ്റ് വിത്ത് സം വെജിറ്റബിൾസ്, അല്ലെങ്കിൽ എന്താ പറയുക, നട്ട്സോ പ്രോട്ടീൻസോ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നും മിക്സ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സിന്റെ കാര്യം കുഴപ്പമില്ല. ഇപ്പോൾ വാട്ടർമെലനൊക്കെ കഴിക്കുന്ന സമയത്ത് പ്ലേറ്റ് എടുക്കുക, നിങ്ങൾ കഴിക്കേണ്ട വാട്ടർമെലൻ 2 കഷ്ണം സൈഡിൽ വെക്കുക, കുറച്ച് നട്ട്സ്, കുറച്ച് ബദാംസ്, കുറച്ച് എന്താ പറയുക, കുറച്ച് പീനട്ട് ഉണ്ടാവില്ലേ, അതുണ്ടെങ്കിൽ അത്. ഞാൻ ഓൾട്ടർനേറ്റീവ്സ് ആണ് പറയുന്നത്. ബദാംസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പീനട്ട്സ്, ഇതുപോലെ കുറച്ച് എന്താ പറയുക പ്രോട്ടീൻസും കൂടി ഇതിൻ്റെ കൂടെ, പ്രോട്ടീൻസ് അല്ലെങ്കിൽ അതർ ഫാറ്റ്സും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗ്ലൈസമിക് ഇൻഡെക്സിൻ്റെ ഇഷ്യൂ വലിയ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾക്ക് വത്തക്കൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ, ചൂടുകാലൊക്കെ അല്ലേ. കഴിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചോളൂ. ആപ്പിൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞത് മാതിരി എന്ത് ചെയ്യാം, ആ കോമ്പിനേഷൻസ് ഒന്ന് നമ്മളെ പരിചയപ്പെടുത്തി തന്നു കഴിഞ്ഞാല് ഓരോ ട്യൂട്ടേഴ്സ് ഉണ്ട്, അപ്പൊ അവരോട് കോമ്പിനേഷൻസ് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ക്ലിയർ ആവുന്നില്ല മാം. ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമോ? മാം ഒരു ഡൗട്ട് ഉണ്ട്. പി സി ഒ ഡി ഉണ്ട്.
അന്നേരം ഇതിനകത്ത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. PCOD ഉണ്ട്, PCOD ഉണ്ട്. അന്നേരം വെയിറ്റ് ലോസ് ആകുമ്പോൾ കൺട്രോൾ ആവുമോ? വെയിറ്റ് ലോസ് ആകുമ്പോൾ കൺട്രോൾ ആകുമോ PCOD? ഓഫ് കോഴ്സ് PCOD ആണെങ്കിലും തൈറോയിഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് ബെറ്റർ റിസൾട്ട്സ് കിട്ടും കേട്ടോ ഡയറ്റിലൂടെ. PCOD ഒരു 3 months മിനിമം ടു മാക്സിമം 6 monthsനുള്ളിൽ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ ഡയറ്റ് എടുക്കുമ്പോൾ. ഡയറ്റ് ചെയ്താലും എനിക്ക് വെയിറ്റ് കുറയത്തില്ല ഡോക്ടറെ. പക്ഷെ ഈ ഡയറ്റിൽ കുറയുമെന്നൊരു വിശ്വാസമുണ്ട്. ഇപ്പൊ റമദാനും കൂടെ. ഡെഫിനറ്റ്ലി തീർച്ചയായും കുറയും കേട്ടോ. ആക്ച്വലി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഒത്തിരി പേര് യോഗ ചെയ്യുന്നുണ്ട് ഡോക്ടറെ, യോഗയും കൂടെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 3 മാസം കൊണ്ട് യോഗ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. ആക്ച്വലി മൈൻഡ് മാറ്റേഴ്സ് എന്നാണ്. ചില ആളുകൾ വരും നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ ആയിട്ട്, എന്ത് വെയിറ്റ് കുറയുന്നില്ല, 2 മാസമായി അല്ലെങ്കിൽ 1 മാസമായി വെയിറ്റ് ഒരു തുള്ളി പോലും കുറഞ്ഞിട്ടില്ല എന്ന്. നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന ആളുകളാണ് അല്ലേ? നിങ്ങൾ ഡയറ്റ് നിങ്ങൾക്ക് അറിയാം കാര്യങ്ങളൊക്കെ. ഹലോ അഫ്കോഴ്സ് അത് 1 മാസം കഴിക്കുന്ന ആളുകൾക്ക് മാം ക്ലിയർ ഇല്ല. മാം പറയണ ഒന്നും ക്ലിയർ ആവുന്നില്ല. ഹലോ കേൾക്കുന്നില്ലേ? ഹലോ ഞാൻ പല ഫുഡും കഴിച്ചിരുന്നു. ആ ഫുഡൊന്നും കഴിച്ചിട്ട് ഇതുവരെ ശരീരം കുറഞ്ഞിട്ടില്ല. പിന്നെ ചിലനോട് ശരീരം കൂടി വരുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണം? എനിക്കൊന്ന് പേഴ്സണലി ഡയറ്റീഷ്യൻ ത്രൂ ഒന്ന് കണക്ട് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാലാണ് മനസ്സിലാവാം മാമിന് എന്തുകൊണ്ട് വെയിറ്റ് കുറയുന്നില്ല. ഇപ്പൊ ഈ പ്രാവശ്യം നിങ്ങളെ ഇതിലേക്ക് ഞാൻ കേറിയപ്പോ 3 കിലോ കുറഞ്ഞിട്ട്, നോൻപിന്റെ മുന്നേ 5 ദിവസം കൊണ്ട് 3 കിലോ കുറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞ് ഇങ്ങനെ നോൻപ് നോറ്റ് പിന്നെ എനിക്ക് ക്ഷീണയും തലകർക്കൊക്കെ ഉണ്ടാകുന്നപ്പോ ഞാൻ പ്രഷറുള്ള ആളാണ്, അപ്പൊ അതുകൊണ്ട് തലകർക്കൊക്കെ ഉണ്ടാകുന്നപ്പം പറഞ്ഞ് 2 പത്തിരി ഉപ്പിട്ട് വെള്ളം കൊണ്ട് കഴിക്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ നേരത്തെ ആൻസർ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. മേഡം ഒരു ക്വസ്റ്റ്യൻ കൂടെ കേട്ടോ, തൈര് നമുക്ക് രാത്രി കഴിക്കണോണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. എന്തെങ്കിലും അൺടിൽ ഓർ അൺലെസ് ആ തൈരിനോട് എന്തെങ്കിലും അലർജി ഓക്കെ. ഡോക്ടർ അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട്, ഒരു ഇത് പപ്പായ കഴിക്കരുതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഫ്രൂട്ട് സലാഡിലൊക്കെ പപ്പായ ഉൾപ്പെടുന്നതിന് കുഴപ്പമുണ്ടോ? ഞാന് ഷുഗറൊക്കെ കൺട്രോൾ ആണ്, എനിക്ക് ഷുഗറും ഫാറ്റി ലിവറും ആയിരുന്നു ഞാൻ പറഞ്ഞത്. അങ്ങനെ കയറിയതാണെങ്കിൽ എനിക്ക് വെയിറ്റ് ഒന്നും ഓവറില്ല. പക്ഷെ ഞാൻ കുറച്ചതാട്ടോ, ഉണ്ടായിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു, ഡയറ്റ് ചെയ്ത് കുറച്ചതാ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ കേട്ടോ. മാം, ഈ ഫാറ്റ് ലിവർ വെയിറ്റ് കുറയുമ്പോ ഫാറ്റ് ലിവർ കുറയോ? ഏതാ ഗ്രേഡ് ഏതാണ്, എത്രയാണ്? എന്റെ 80. അല്ല, ഫാറ്റ് ലിവറിന്റെ റിപ്പോർട്ടില് ഫാറ്റ് ലിവർ ഗ്രേഡ് 1 ആണോ ഗ്രേഡ് 2 ആണോ എങ്ങനെയാണ് കിടക്കുന്നത്? 2 ആണ്. ഡെഫിനറ്റ്ലി കുറയോ കേട്ടോ. ഹലോ ഡോക്ടർ. ഹലോ, ഫാറ്റി ലിവർ ഗ്രേഡ് കാണിക്കുന്നില്ല, പക്ഷേ ബോർഡർ ലൈൻ കാണിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പുറത്തിന്റെ ഒരു സൈഡ്, ലെഫ്റ്റ് സൈഡിൽ ഒരു വേദനയുണ്ട്. അത് എന്തുകൊണ്ടാണ് ഡോക്ടർ? എവിടെയാണ് വേദന? ലെഫ്റ്റ് സൈഡിന്റെ പുറത്ത്, നമ്മുടെ ഒരു ഇടുപ്പിന്റെ ഒക്കെ ഭാഗം ഉണ്ടല്ലോ, ഒരു ഭാഗത്തായിട്ട്. എന്തെങ്കിലും മസിൽ പിടിച്ചതാകാം, എന്തെങ്കിലും കിടന്ന പൊസിഷൻ കാര്യങ്ങളൊക്കെ തെറ്റി. നമുക്കൊന്ന് നോക്കാം. ഒന്ന് പേഴ്സണലി എന്നെ ഒന്ന് ഡയറ്റീഷ്യൻ കണക്ട് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ 159 ഇതുള്ളത്, പിന്നെ ഹൈറ്റ് ഉള്ളത്. അപ്പൊ ഞാനിപ്പോ 67 ആണ് വെയിറ്റ് ഉള്ളത്. പക്ഷെ 67 ആയിട്ട് തന്നെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് മെലിഞ്ഞ പോലെ. പക്ഷെങ്കിൽ വെയിറ്റ് ഉണ്ട്, കാണുമ്പോൾ എല്ലാവരും 60 കിലോനൊക്കെ ആയ പോലെ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടാ ഉള്ളത്. എന്തുകൊണ്ട്? അത് ഫാറ്റ് ലോസ് സംഭവിക്കുന്ന കേട്ടോ, നമ്മുടെ ബോഡിയിൽ നിന്ന് ഫാറ്റ് മൊബിലൈസ് ചെയ്യുന്നതാണ് ആക്ച്വലി. അത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇഞ്ച് ലോസ് ഉണ്ടാവാനുള്ള ചാൻസുകളും ഉണ്ട്.
ഓക്കെ, അത് അത് വെയിറ്റ് ലോസ് ആണ് നല്ലത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഡയറ്റ് ഒക്കെ? ഡയറ്റ് കണ്ടിന്യൂ ചെയ്തോളൂ, വെയിറ്റ് ലോസ് തനിയെ വന്നോളൂ കേട്ടോ. വെയിറ്റ് കുറയുന്നേ ഇല്ല, വെയിറ്റ് 67 അങ്ങനെ. വെയിറ്റ് കുറയും. ഓക്കെ, താങ്ക് മാം സംശയം, ഞാന് മെലിഞ്ഞിട്ടാണ്. അതുപോലെ മാം എനിക്ക് കൗണ്ട് തീരെ കൂടുന്നില്ല. ഒരുപാട് സപ്ലിമെന്റ്സ് ഒക്കെ കഴിച്ചു നോക്കി, ഫുഡിലൊക്കെ കുറെ നല്ല നല്ല ഫുഡൊക്കെ കഴിച്ചു നോക്കിയിട്ടൊന്നും ബ്ലഡിന്റെ ലെവല് തീരെ കൂടുന്നില്ല. നിങ്ങൾ ചായ കുടിക്കുന്നുണ്ടോ along with ഫുഡ്? മാമിന്റെ സൗണ്ട് ക്ലിയർ ആവണില്ല. ഫുഡിന്റെ കൂടെ ചായ കുടിക്കുന്നുണ്ടോ? മധുരം ഇടാത്ത ചായ കുടിച്ചു. ഫുഡിന്റെ ഒപ്പം കുടിക്കരുത് ചായ. ചിലപ്പോ ഹീമോഗ്ലോബിൻ അയോണിന്റെ അബ്സോർപ്ഷൻ അത് തടയും. ഓക്കെ, അപ്പൊ ഫുഡിന്റെ ചായ അങ്ങനെ ഫുഡിന്റെ കുറച്ച് മുന്നേ കുടിക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുടിച്ചോളൂ. ഫുഡിന് കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുടിച്ചോളൂ കേട്ടോ. മാം നാസ്ട്രയിൽ എന്തെല്ലാം യൂസ് ചെയ്യാം? എന്തായിരുന്നു? ചോദിച്ചില്ല. ഹലോ പറയോ? ഹലോ മാഡം. പറയൂ. ഭക്ഷണത്തിനെ കുറിച്ചിട്ടുള്ള നോമ്പ് മുറിക്കുന്ന സമയത്ത് ഓറഞ്ചും പിന്നെ മാതളം കഴിക്കാന്നേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചുകൂടാറിന്. അപ്പൊ വേറെ ഫ്രൂട്ട്സ് അതിന്റെ കൂടെ ചേർക്കാൻ പറ്റുമോ? പേരക്കൊക്കെ ചേർത്തോളൂ കേട്ടോ. വെള്ളത്തിന് പകരം പറഞ്ഞതിന്റെ റിപ്ലൈ തന്നിട്ടില്ല. എന്തായിരുന്നു? വെയിറ്റ് കുറയുന്നതിനെ കുറിച്ച്. വെയിറ്റ് കുറയുന്നില്ല ഇത് ഡയറ്റ് എടുത്തിട്ടും. എനിക്ക് കറക്റ്റ് 84 വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 4-5 ദിവസം കൊണ്ട് ഡയറ്റ് ആണ് ഇതിന്റെ ഡയറ്റ്. അപ്പം ഇപ്പൊ ഞാൻ നോക്കിയില്ല. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത്ര ഇനി പട്ടിണി കിടന്നാലും, പക്ഷെ തൈറോയ്ഡ് ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ ഹോമിയോ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. തൈറോയ്ഡ് പ്രശ്നമുണ്ട്. അപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് പച്ചവെള്ളം കുടിച്ചാലും വെയിറ്റ് കുറയില്ല. എങ്ങനെങ്കിലും അത്രയും ഡയറ്റ് നല്ലപോലെ എടുക്കുമ്പോൾ മാത്രം 1 കിലോ കുറയും. അപ്പൊ ഞാൻ നോക്കിയിട്ടില്ല, 5 ദിവസത്തിനെ പറ്റി നോക്കിയിട്ടില്ല. ഇനി നോക്കണം. നോമ്പ് തൈറോയ്ഡ് ഉള്ള ആളുകൾക്ക് വെയിറ്റ് കുറയാൻ ടൈം എടുക്കും. പിന്നെ എത്ര ദിവസമായി ഇപ്പൊ ഡയറ്റിൽ കയറിയിട്ട്? 5 ദിവസം. നോമ്പിന്റെ ഞായറാഴ്ച തൊട്ട്. 5 ദിവസമല്ലേ ആയിട്ടുള്ളൂ. 5 ദിവസം കൊണ്ട് നമുക്ക് 5 ദിവസം കൊണ്ടുള്ള റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. തൈറോയ്ഡ് നോക്കിയിട്ടില്ല. ഞാൻ ഇപ്പൊ 84 ഉണ്ട്. 5 ദിവസത്തിന് ശേഷം നോക്കിയിട്ടില്ല. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വെയിറ്റ് കുറയും, തൈറോയ്ഡ് മാറും. കാരണം ഒത്തിരി റിസൾട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു 3 months അല്ലെങ്കിൽ ഒരു 6 months കൊണ്ട് ഗ്രാജുവൽ ലോസ്, ഗ്രാജുവൽ ഹീലിംഗ് ആണ് നടക്കുക. ഓക്കെ, ഹലോ ഓക്കെ. ഹലോ ഈ ബ്ലാക്ക് കളറ് സ്കിന്നിൽ വരാൻ കാണുന്നുണ്ടോ? ചുണ്ടിന് ചുറ്റും കഴുത്തിന് ചുറ്റൊക്കെ എന്തെങ്കിലും ബ്ലാക്ക് കളറില്ലേ നമ്മൾ ചുണ്ടിന് ചുറ്റും കഴുത്തിന് ചുറ്റൊക്കെ വരില്ലേ? അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മാം ഒന്ന് കണക്ട് ചെയ്യുമോ? അതുപോലെ എന്റെ മുഖത്തും ശരീരത്തിലോ എല്ലായിടത്തും ഇങ്ങനെ റെഡ് ഡോട്ട് ഇങ്ങനെ വരുന്നത്. അത് പിന്നെ കുറച്ച് കഴിഞ്ഞാല് അത് ബ്ലാക്ക് ആയി മാറുന്നുണ്ട്. കണക്ട് ചെയ്യണം കേട്ടോ. നമുക്കത് ഡയറക്റ്റ് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കാണണം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുക്കണം. എന്നിട്ടാണ് നമുക്ക് സൊല്യൂഷൻ പറയാൻ പറ്റുക കേട്ടോ. ഹലോ, പിഗ്മെന്റേഷൻ ഉണ്ട് ഡോക്ടറെ. അതെങ്ങനെ മാറും? കുറെ വർഷങ്ങൾ. ഹലോ ഡോക്ടറെ, പിഗ്മെന്റേഷൻ എവിടെയാ? ഇവിടെ കവിളിലുണ്ട്. എവിടെയായിരുന്നു? കവിളില്. എത്ര വയസ്സായി? എനിക്ക് 50. ചിലപ്പം ചില ആളുകൾക്ക് മുന്നേ ഉണ്ട്. ഇപ്പൊ കൊറേ വർഷം, ഒരു 10-30 വയസ്സ് തൊട്ടുണ്ട്. കണ്ടീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ കണ്ടിട്ടില്ല നിങ്ങളെ. എനിക്ക് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാനൊരു ബേസിക്
കാര്യമായിട്ട് പറയാം. ലാസ്റ്റ് ചാൻസ് ഉണ്ട്. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡയറ്റീഷ്യൻ ത്രൂ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഹലോ ഡോക്ടർ, നമുക്ക് ഒരു ദിവസം എത്ര എഗ്ഗ് വരെ കഴിക്കാൻ പറ്റും? കഴിക്കാം. നമുക്ക് ക്ലിയർ ആയില്ല. എത്ര എഗ്ഗാണ്? 3 ഈ മഞ്ഞക്കറി ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഹെൽത്തി ഫാറ്റ്സ് ആണ് അതൊക്കെ. ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇതൊക്കെ ഹെൽത്തി ഫാറ്റ്സ് ആണ്. അപ്പൊ നമ്മളത് ഡയറ്റിൽ ഉൾപ്പെടുത്തുക തന്നെ വേണം കേട്ടോ. നമുക്ക് നോമ്പിന് തന്ന ചാർട്ട് അനുസരിച്ച് ഇപ്പൊ ഫോളോ ചെയ്ത് പോവാം. അപ്പൊ നമുക്കൊരു 10:30 എടുക്കുന്ന ആ ഒരു കഞ്ഞി 2:30 കഴിക്കുന്നോണ്ട് കുഴപ്പമുണ്ടോ? 11:30 ഒരു അത്ര അങ്ങോട്ട് ഡിലേ, ഒരു 11 മണി മാക്സിമം. അപ്പം ഹലോ ഡോക്ടർ. തന്നെ ഹലോ, ഞാനിതൊന്ന് പറയട്ടെ. ഹലോ, പറയൂ. 16 എനിക്കാണെങ്കിൽ ശരീരത്താകെ വേദന, ഊരവേദനയും കവുത്ത് വേദനയും ഒക്കെ ഉണ്ട്. ഞാൻ എന്ത് ചെയ്യണ്ടേ സാറ്? പേടിക്കണ്ട. കണക്ട് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ ഒരു മരുന്നോ കാര്യങ്ങളോ, മരുന്ന് തരേണ്ടതാണെങ്കിൽ മരുന്ന് തരാം. അല്ലാതെ ഡയറ്റിൽ എന്തെങ്കിലും ഉൾപ്പെടുത്താനാണെങ്കിൽ അങ്ങനെ തരാം കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര 80-85 പ്രഷർ ഉള്ളത്. പ്രഷർ ഉള്ളതല്ലേ? ആ, എത്രയായിരുന്നു ഒന്നുകൂടെ പറയോ? 116 ഉണ്ട്, തൂക്കം 116 ഉണ്ട്, 147 പുറത്തുണ്ട്. കേട്ടോളൂ. ഹലോ മാം ഒന്ന് ഹലോ മാം ഒന്ന് എന്നെ ഡയറ്റീഷ്യൻ കണക്ട് ചെയ്യും. അത് ഡോക്ടറെ അടിക്കണ ഏത് പേരാണ് അടിക്കേണ്ടത്? പേരെന്താണ്? ഷംന സിദ്ദിഖ് എന്നാണ് കേട്ടോ. ഞാൻ ആയുർവേദ ഡോക്ടറാണ് സംസാരിക്കുന്നത്. ഡയറ്റീഷ്യൻ ത്രൂ കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളവര് ഡയറ്റീഷ്യൻ ത്രൂ കണക്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് മറുപടികളും കാര്യങ്ങളൊക്കെ വോയിസ് നോട്ട് ആയിട്ട് അയക്കും കേട്ടോ. അതിപ്പോ ഇത് കഴിഞ്ഞാല് സാറിന് കിട്ടുമല്ലോ? ഓ, ഡെഫിനറ്റ്ലി കിട്ടും. ഈ ക്ലാസ് കഴിഞ്ഞാല് ഇപ്പോഴല്ല, നമ്മൾ 9 to 5 ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. എപ്പോഴാ? രാവിലെ 9 മണി തൊട്ട് 5 മണി വരെയാണ് കേട്ടോ. സാറിന്റെ നമ്പർ എവിടെ? ഡയറ്റീഷ്യന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഡയറ്റീഷ്യനെ ചോദിച്ചാൽ മതി. ഷംന സിദ്ദിഖ്. അപ്പൊ നമുക്ക് നോമ്പായതുകൊണ്ടാണ് ഒരു 2 മണിക്കൂർ വയറാണെങ്കിൽ ഭയങ്കര തൂക്കം, നാവിയാണെങ്കിൽ ഭയങ്കര തൂക്കം, പിന്നെ 2 കൈത്തട്ടന്റെ ആ ഭാഗത്താണെങ്കിൽ തൂക്കം. അതൊക്കെയാണ് എനിക്ക് ചുരുങ്ങി കിട്ടേണ്ടത്. അതിനു വേണ്ടിയാണ് ഞാനിപ്പോ പൈസ കൊടുത്ത് ഞാൻ ഇതിലേക്ക് ഇതായത്. 46 വയസ്സായി. നമുക്ക് സംസാരിക്കാം കേട്ടോ. നമുക്ക് സംസാരിക്കാം. സമയം കഴിഞ്ഞു പോയി. നോമ്പ് ആയതുകൊണ്ടാണ് ഒരു ഹാഫ് സെഷൻ ആക്കിയത്. ഒത്തിരി പേരുകളുണ്ട്, സംശയങ്ങളുള്ളതും സംസാരിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഡയറ്റീഷ്യൻ ത്രൂ ഒരു വോയിസ് നോട്ട് അയക്കാം. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഞങ്ങൾ ഡിന്നർ ഫുഡായിട്ട് എന്താ യൂസ് ചെയ്യുന്നത്?